നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് നമ്മളെ എല്ലാവരെയും ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഇത് 2024 അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനും അതിനോടനുബന്ധിച്ച് വരാൻ ചാൻസുള്ള റിസൾട്ടും അനുബന്ധ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. എസ്പെഷ്യലി ഇന്ത്യ മുന്നണിക്കും BJPക്കും ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ BJP ഒരു തേർഡ് ടേമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഓപ്പോസിഷൻ പാർട്ടികളെല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ അവലോകനത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാവുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 മുന്നണികളാണ് മത്സരം നടത്തുന്നത്. ഒന്ന് NDAയും രണ്ടാമത്തത് ഇന്ത്യ മുന്നണിയും. അപ്പോൾ ഇങ്ങനെയുള്ള 2 മുന്നണികളിലുള്ള ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് മുമ്പുള്ള ചില ഇലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ VP സിംഗിൻ്റെയൊക്കെ സമയത്ത് ജനതാദൾ ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, പിന്നെ BJP ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മുന്നണികൾ അവിടെ മത്സരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അത് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ഇപ്പം നമ്മൾ നല്ല എന്താ പറയുക, ജനാധിപത്യ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നമുക്ക് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും എന്ന് പറയുന്ന 2 മുന്നണികളാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ UK നോക്കുകയാണെങ്കിൽ അവിടെ കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, ലേബർ പാർട്ടിയുണ്ട്. അങ്ങനെ 2 മുന്നണികളിലായിട്ടാണ് എല്ലാ വലിയ ജനാധിപത്യ രാജ്യങ്ങളിലും ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അതുപോലെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ ഇന്ത്യയിലെ ഇലക്ഷനും മാറി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഇലക്ഷൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെ ഇങ്ങനെ ഒരു റിസൾട്ട് വരികയാണെങ്കിൽ അതിനുള്ള റീസൺ എന്താണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ള സ്റ്റാൻഡ് എന്താണ് എന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ കറണ്ട് കണ്ടീഷനിൽ BJPക്ക് ഒരു ക്ലിയർ എഡ്ജാണ് എല്ലാ സർവേകളും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ലീഡർഷിപ്പാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് നോക്കാം. ഇന്ത്യ മുന്നണിയിൽ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ അവിടെ പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ലീഡർഷിപ്പ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. അപ്പോൾ അതൊരു ബാധ്യതയാണ് ഇന്ത്യ മുന്നണിക്ക്. ഇപ്പോൾ ഇതിനുള്ള മേജർ അല്ലെങ്കിൽ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണിയിലെ മെയിനായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഉള്ള ഏറ്റവും വലിയ ബാധ്യത. ഇപ്പോൾ ഇന്ത്യ മുന്നണി പ്രോബബിളി മറ്റൊരു പാർട്ടിയിലെ ആളെ അവരുടെ ലീഡറായിട്ട് കണ്ടിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് നിതീഷ് കുമാറിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വളരെ ക്വസ്റ്റ്യനബിളാണ്, അവിടെ ഇവിടെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കുന്നതിന് മുമ്പിൽ നിന്ന ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോളിസീസിനെ കുറിച്ച് പൊതുവെ ആളുകൾക്ക് നല്ല ഒരു അഭിപ്രായമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരുപക്ഷെ മുമ്പിൽ കാണിച്ചിരുന്നെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് കുറച്ച് ഗുണമുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ ക്രിയേറ്റ് ആയിരുന്നിരിക്കാം. ഇനി അതല്ലെങ്കിൽ അവിടെ പ്രോബിലിറ്റി ഉള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി അല്ലെങ്കിൽ MK സ്റ്റാലിൻ ഒക്കെയാണ്. അവർക്കൊക്കെ അത്യാവശ്യത്തിന് സീറ്റുകൾ കിട്ടുന്ന ഒരു പാർട്ടികൾ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇവരെ എല്ലാവരെയും, അതായത് സ്റ്റാലിനെ ആണെങ്കിലും മമതാ ബാനർജി ആണെങ്കിലും ഇന്ത്യയിലുള്ള എല്ലാവർക്കും തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാവർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ലീഡേഴ്സ് അല്ല. അപ്പോൾ ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ്സിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ BJPയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ്
ഫസ്റ്റ് ലെയറിലുള്ള ലീഡർഷിപ്പുണ്ട്, സെക്കൻഡ് ലെയറിലുള്ള ലീഡർഷിപ്പുണ്ട്, തേർഡ് ലെയറിലും ലീഡർഷിപ്പുണ്ട്. അങ്ങനെ വരുന്നൊരു കണ്ടീഷനിൽ അവർക്ക് ഒരു തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു അഡീഷണൽ എഡ്ജ് ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമല്ല. ഇപ്പം നരേന്ദ്രമോദിയുണ്ട്, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ അദ്ദേഹം ഒരു എക്സിക്യൂട്ടറാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ധൈര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ലീഡർഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം, ഹെൻറി ഫോർഡ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വലിയൊരു ബിസിനസ്മാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു ലോയർ ചലഞ്ച് ചെയ്യണ്ടായി. ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ആൾ ഒരു ഫ്ലൂക്കാണ്, അദ്ദേഹത്തിന് വലിയ നോളജൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുക്കുകയും അങ്ങനെ ആ കേസ് കോടതിയിൽ വരികയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോയർ ഇദ്ദേഹത്തോട് കുറേ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പോൾ ഹെൻറി ഫോർഡ് പറഞ്ഞു എനിക്കിതിനൊന്നും ഉത്തരം അറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ ലോയർ പറയണം, നോക്കൂ ഇദ്ദേഹം നമ്മുടെ ഗവൺമെൻറ്റിനെ പറ്റിച്ച് ഗവൺമെൻറ്റിന് ആനുകൂല്യങ്ങൾ വാങ്ങുകയാണ്, ഇദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഹെൻറി ഫോർഡ് പറയുകയാണ്, നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിനൊന്നും ഉത്തരം എനിക്കറിയില്ല, പക്ഷേ വിത്തിൻ 5 minutes എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു 5 പേരെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഒരു ലീഡറിന് എല്ലാ കാര്യവും അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സഹപ്രവർത്തകർ ഉണ്ടെങ്കിൽ, അറിവുള്ള സഹപ്രവർത്തകരുണ്ടെങ്കിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ അവരെ വെക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ലീഡർഷിപ്പ് ക്രഞ്ച് കോൺഗ്രസ്സിന് വളരെ വലിയ ഒരു ബാധ്യതയാണ്. ഇപ്പോൾ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളൊരു വളരെ വലിയ നെഗോഷിയേറ്ററാണ്. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം കാണുന്നത് ഒരു ബിസിനസ് ആംഗിളിലാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആംഗിളിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒരുപാട് പണം ചിലവാക്കിയിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അവിടുന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ തീരുമാനിക്കുകയാണ് നമ്മളിവിടുന്ന് വിഡ്രോ ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അത് അമേരിക്കൻ ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുകയാണ്. അതിനേക്കാളും നല്ലത് ഇവരുടെ കാര്യം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ നാടിനെ ഇതിനേക്കാളും ബെറ്ററായിട്ട് സെർവ് ചെയ്യാം എന്നുള്ള ഒരു ഫിനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവും എക്കണോമിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവും എടുത്തിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഉള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തിന് നേരത്തെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഒരു വലിയ എംപയർ ക്രിയേറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് വെച്ച് തന്നെ അദ്ദേഹത്തിന് ചില എക്സിക്യൂഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർജ് W. ബുഷ്, അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തമാശ അമേരിക്കയിൽ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടേം ഒരു ഡീസൻറ്റ് ടേം തന്നെ ആയിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജസ്റ്റ് കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ ധൈര്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു സ്ട്രോങ് ലീഡർഷിപ്പാണ്. അത് ഒരു ലെയറിലല്ല, മൾട്ടിപ്പിൾ ലെയറിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മുന്നേറാനും മറ്റൊരു പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്നത്. അവർക്ക് എവിടെയാണ് അവരുടെ ബസ് മിസ്സായത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കോൺഗ്രസ് 2004 ഇലക്ഷന് ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്നേരം പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം പൊളിറ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ബാക്ക് സീറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് ഫ്രണ്ട് സീറ്റിൽ മറ്റൊരാളെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അവിടെ മൻമോഹൻ സിംഗിനെ അവർ തിരഞ്ഞെടുക്കുകയും കീപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് സിറ്റുവേഷൻ കുളമാക്കാതെ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ മറ്റൊരാൾക്ക് ആ പൊസിഷൻ കൊടുക്കുകയാണ്. അത് വളരെ നല്ലൊരു മൂവായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് സോണിയാഗാന്ധിക്ക് എത്രത്തോളം ലീഡർഷിപ്പ് സ്കില്ലുണ്ടോ അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പവർഫുള്ളായ ഒരു പൊസിഷൻ എടുത്തിട്ട് പ്രൈം മിനിസ്റ്റർ പൊസിഷൻ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു നല്ല മൂവായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ബസ് മിസ്സായത് ഏതാണ്ട് അവിടെ വെച്ചാണ്. അന്നേരം നമുക്കുണ്ടായിരുന്ന ഒരു സ്ട്രോങ് ലീഡറായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഒരു സ്ട്രോങ് ലീഡർ. ഞാനിവിടെ നമുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമുക്കുണ്ടായിരുന്ന ഒരു സ്ട്രോങ് ലീഡറായിരുന്നു പ്രണബ് മുഖർജി. കോൺഗ്രസിൻ്റെ അസോസിയേറ്റായിട്ട് നിന്നിരുന്ന UPA യിലുണ്ടായിരുന്ന മറ്റ് പാർട്ടികളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം സിമ്പിളായിട്ട് സോൾവ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ആ കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പവറിൽ വന്നു കഴിഞ്ഞാൽ ഗാന്ധി കുടുംബത്തിന് അവരുടെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും എന്നുള്ള ഒരു തോന്നലുകൊണ്ട് അദ്ദേഹത്തെ അവർ സൈഡ് ലൈൻ ചെയ്യുകയാണുണ്ടായത്. സൈഡ് ലൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി മാറ്റി അവർ കോൺഗ്രസിൻ്റെ എന്താ പറയുക ഒരു ആത്മഹത്യാപരമായ തീരുമാനം എടുത്തു എന്ന് വേണം പറയാനായിട്ട്. ഇല്ലായിരുന്നെങ്കിൽ പ്രണബ് മുഖർജി ആയിരുന്നു ആ സമയത്ത് ലീഡറെങ്കിൽ രാഹുൽ ഗാന്ധി പ്രോബബ്ലി ഒരു ബാക്ക് സൈഡ് സീറ്റ് എടുത്ത് കുറച്ചുകൂടെ പൊളിറ്റിക്സൊക്കെ പഠിച്ചതിന് ശേഷം വന്നിരുന്നെങ്കിൽ അടുത്ത ലെയർ ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് അവർക്ക് അല്ലെങ്കിൽ UPAക്ക് മുമ്പിലേക്ക് വരാനുള്ള വളരെ വലിയൊരു ചാൻസാണ് കോൺഗ്രസ് മിസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് പിന്നീട് മുമ്പിലേക്ക് വരാനായിട്ട് കഴിയാതിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ രാഹുൽ ഗാന്ധി ലീഡറായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് യങ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. അതിൽ പലരും ഇപ്പം മിലിന്ദാണെങ്കിലും ജ്യോതിരാദിത്യ സിന്ധ്യ ആണെങ്കിലും അവരെല്ലാം പാർട്ടി തന്നെ വിട്ടുപോയി. സച്ചിൻ പൈലറ്റ് വിടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കാരണം എന്താണ്, അവർക്ക് വേണ്ട പോലുള്ള ഒരു ഇമ്പോർട്ടൻസ് കോൺഗ്രസ് കൊടുത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ് ഒരു പാർട്ടി പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് 2019, 2024 അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം ചേഞ്ച് ആയിട്ടുള്ളത് എന്ന് നമുക്ക് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണാൻ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. 2014 ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഗവർണൻസ് അല്ലെങ്കിൽ UPA ഗവർണൻസിൽ കോൺഗ്രസ് അല്ല, പക്ഷേ കോൺഗ്രസിൻ്റെ അലയൻസ് ആയിട്ടുള്ള പാർട്ടികൾ നടത്തിയ കറപ്ഷനാണ് നമ്മൾക്ക് ഇന്ത്യയിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഏറ്റവും കറപ്റ്റായിട്ടുള്ള ഗവൺമെൻറ്റായിരുന്നു 2014 വരെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ്. അതായത് അവിടെ നോക്കുകയാണെങ്കിൽ ഓരോ കറപ്ഷനിലും വന്നിരിക്കുന്ന കറപ്ഷൻ കേസസിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടുകൾ ലക്ഷം കോടികളായിരുന്നു. 1 ലക്ഷം കോടി, 2 ലക്ഷം കോടി അങ്ങനെയുള്ള സ്കാമുകളായിരുന്നു പുറത്തു വന്നത്. 1 കോടിയോ 2 കോടിയോ അല്ലെങ്കിൽ 1000 കോടിയോ 2000 കോടിയോ ആയിരുന്നില്ല, ലക്ഷം കോടി എന്ന ലെവലിലായിരുന്നു. അത്രയും വലിയ കറപ്ഷനൊക്കെ നടക്കുമ്പോഴേക്കും കുറച്ച് ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകൾ ചിന്തിക്കില്ലേ, ഈ പണമെല്ലാം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വരേണ്ട പണമെല്ലാം ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ കയ്യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറച്ച് അറിവുള്ളവർ, കുറച്ച് പേപ്പറൊക്കെ വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ന്യൂസ് കേൾക്കുന്ന ആളുകൾക്ക് ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് മനസ്സിലുണ്ടാക്കുന്നത്. ഇനി നമ്മൾ
ആലോചിക്കുകയാണെങ്കിൽ ആ സമയത്താണ് കറപ്ഷന് എതിരായിട്ട് അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും ആ ടീമെല്ലാം കൂടി കറപ്ഷൻ എഗനിസ്റ്റായിട്ട് ആദ്യത്തെ സ്ട്രൈക്ക് പോലെ അല്ലെങ്കിൽ ഒരു സമരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമരം ആളുകളിലെല്ലാം കറപ്ഷന് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അത്യാവശ്യമാണ് എന്ന് തോന്നിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു വളരെ വലിയൊരു ട്രിഗർ പോയിൻ്റാണ്, ആൻറ്റി കറപ്ഷൻ സൈഡിലേക്കുള്ള ഒരു വലിയ ട്രിഗർ പോയിൻ്റായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ആണ് ഇലക്ഷൻ വരുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് BJP ഒരു യങ് ആയിട്ടുള്ള, കുറച്ച് താരതമ്യം ചെയ്യുമ്പോൾ യങ് ആയിട്ടുള്ള ഒരാൾ, അദ്വാനിയേക്കാൾ യങ് ആയിട്ടുള്ള മോദിയെ അവിടേക്ക് കൊണ്ടുവരികയുണ്ടായി. അതുമാത്രമല്ല, മോദിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാനുണ്ടായിരുന്നു. ഗുജറാത്തിൽ നല്ല ഗവർണൻസ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും പറയാനുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഈ കറപ്ഷൻ എഗനിസ്റ്റ് ആയിട്ട് സമരം ചെയ്തുകൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാളും കൂട്ടുകാരും കൂടിയിട്ട് എന്ത് ചെയ്തത്, ഒരു പാർട്ടി രൂപീകരിക്കുന്ന AAP എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ AAP എന്നുള്ള പാർട്ടി രൂപീകരിച്ചപ്പോഴത്തേക്കും ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സ് എല്ലാവരും തന്നെ ആ പാർട്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഞാനും ഈ കറപ്ഷനും കാര്യങ്ങളും എല്ലാം ആ സമയത്ത് ഞങ്ങൾ ഡെയിലി ബേസിസ് തന്നെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം ഓഫീസിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുമായിരുന്നു. ഈ പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കഷൻ പോയിൻ്റ് ഈ കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് AAPയിലേക്ക് ആളുകളെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. അപ്പം വാളണ്ടിയറായിട്ട് AAPയിൽ പോയി ജോയിൻ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം തന്നെ ഒന്ന് കോൺഗ്രസ് പാർട്ടിയുണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. അങ്ങനത്തെ പാർട്ടികളിൽ ഇവിടെയാണെങ്കിൽ ജനതാദൾ ഒക്കെ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് AAP കറപ്ഷൻ എഗനിസ്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാളണ്ടിയറായിട്ട് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് ഇലക്ഷൻ തുടങ്ങുകയാണ്. ഇലക്ഷൻ്റെ പ്രചാരണമൊക്കെ തുടങ്ങിയപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളെല്ലാം ഡിസൈഡ് ചെയ്തു എന്തിന് നമ്മൾ ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ അദ്ദേഹം അപ്പോൾ അരവിന്ദ് കെജ്രിവാളെല്ലാം തന്നെ ഇലക്ഷന് മത്സരിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ കേജ്രിവാൾ ഇലക്ഷൻ പ്രചാരണം തുടങ്ങിയപ്പോൾ അതുവരെയുള്ള കറപ്ഷൻ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ, അതായത് അതുവരെ UPA ഗവൺമെൻറ്റാണ് ഭരിച്ചിരുന്നത്, അവർ ഒരുപാട് കറപ്ഷൻ ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാതെ അദ്ദേഹം മോദിയെ ആൻറ്റി മോദി ആയിട്ടുള്ള ഒരു പ്രചരണം കൊണ്ടാണ് വരുന്നത്. ദിവസമുള്ള എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകളെല്ലാം മീഡിയയിൽ പുറത്തു വരുന്നു. ഇവിടെയൊക്കെ പറയുന്നത് മോദിക്കെതിരെയായിട്ടാണ്. അതുവരെ അവർ പ്രവർത്തിച്ചിരുന്നത് ആൻറ്റി കറപ്ഷൻ എന്നായിരുന്നെങ്കിൽ അവിടെ സംസാരിക്കാൻ തുടങ്ങിയത് എന്താണ്, ആൻറ്റി മോദി ഡിസ്കഷൻ കൊണ്ടുവന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇത് ആദ്യത്തെ 1-2 ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഡിസ്കഷൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് പിന്നീട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നുകയുണ്ടായി, ഇതിൽ ഒരു അജണ്ട പോലെ തോന്നുകയുണ്ടായി. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 10 വർഷത്തെ കറപ്ഷനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ മറ്റൊരു കാര്യത്തെ പുറത്തെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സിറ്റുവേഷൻ മാറി. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ ആയപ്പോഴത്തേക്കും AAPയിൽ ജോയിൻ ചെയ്ത ഞാൻ, അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ തന്നെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. ഞാൻ ഇവിടെ വോട്ട് ചെയ്തപ്പോൾ ഞാൻ വോട്ട് ചെയ്തത് സദാനന്ദ ഗൗഡയ്ക്കാണ്. കാരണം അത് AAPക്ക് വോട്ട് ചെയ്യേണ്ട ഞാൻ അങ്ങനെ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അങ്ങനെയുള്ളൊരു സ്പീച്ചാണ്. അതുവരെ ആൻറ്റി കറപ്ഷനെ കുറിച്ച് സംസാരിച്ച ഒരാൾ പെട്ടെന്ന് സ്റ്റാൻഡ് മാറ്റിയത് ഒരുപാട് ആളുകളിൽ ഒരു വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ 2014 മോദി അധികാരത്തിൽ വരാനുള്ള മേജർ കാരണം ഒന്ന് UPA ഗവൺമെൻറ്റിൽ നടന്ന കറപ്ഷന്, രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരെ കൂടെ നടത്തിയ സമരം, മൂന്നാമത്തേത് അരവിന്ദ് കെജ്രിവാൾ
അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള സ്പീച്ചും വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ, അതേപോലെ തന്നെ കുറച്ച് BJPയുടെ വോട്ടുകളും പിടിച്ച് BJPയെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് 2014 കേസ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 എത്തുമ്പോഴേക്കും മറ്റ് പല കാര്യങ്ങളാണ് ആ ഇലക്ഷൻ്റെ സമയത്ത് പൊന്തി വന്നത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കറപ്ഷനൊന്നും ഇല്ലാത്തൊരു ഗവർണൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് നിരോധനം കൊണ്ട് അത് നമ്മളുടെ അയൽ രാജ്യങ്ങളിലേക്ക് ഒഴുകിയിരുന്ന, അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകിയിരുന്ന ഫേക്ക് കറൻസി യുടെ ഒഴുക്ക് ഒരുപാട് കുറയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറയുണ്ടായി. അതുകൂടാതെ എന്താ പറയുക, നമ്മുടെ ദേശീയത എന്ന ഒരു ബോധത്തെ എല്ലാവരുടെയും മനസ്സിലേക്ക് കുത്തി നിറയ്ക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് 2019 മോദിക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അപ്പോഴും കോൺഗ്രസ്സിന് വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസിയായിട്ട് ഒരു കേക്ക് വാക്ക് പോലെ തന്നെ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം അതിന് കൂടാതെ തന്നെ ആ സമയത്ത് 2014 തൊട്ട് 2019 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള പേര് പുറത്തേക്ക് അദ്ദേഹം സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോഴത്തേക്കും അദ്ദേഹം ഒരുപാട് വിദേശയാത്രകൾ നടത്തിയിട്ട് എല്ലാ വലിയ ലീഡേഴ്സുമായിട്ട് നല്ല കണക്ഷൻസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് ഒരു ബെറ്റർ ഇമേജ് പുറത്തുണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വേണം പറയാൻ. അത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് വേണം പറയാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ 2024 വരുമ്പോൾ കോൺഗ്രസിൻ്റെ പരാധീനത അവരുടെ ലീഡർഷിപ്പാണെന്ന് പറഞ്ഞു. അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള അലയൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മമതാ ബാനർജി സെപ്പറേറ്റ് ആയിപ്പോയി, നിതീഷ് കുമാർ കണ്ടം ചാടുകയുണ്ടായി. അപ്പം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ഇപ്പോഴും ആരാണ് ലീഡർ എന്നുള്ളത് അവിടെ ഒരു പ്രശ്നം തന്നെയാണ്. അതുകൂടാതെ അവർക്ക് മറ്റു പല പരാധീനതകളുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഇലക്ഷന് ജസ്റ്റ് ഒരു ഇലക്ഷനായിട്ടല്ല കാണുന്നത്. അവർ ചെയ്യുന്ന ഇലക്ഷൻ എൻജിനീയറിംഗ് ആണ്. എവിടെ എന്ത് ചെയ്യണം എന്ന് നോക്കിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് തന്നെ. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇലക്ഷന് തൊട്ട് മുമ്പേ രാം മന്ദിർ പണി കഴിപ്പിക്കുകയും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായി അല്ലേ. അപ്പോൾ അത് എന്താണ് മുമ്പിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ ഉള്ളവർക്ക് രാം എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UP ബീഹാറിലൊക്കെ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഇതിന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അത് നേരത്തെ ചെയ്തത്, റൈറ്റ്. അപ്പം അതും ഒരു പോയിൻ്റാണ്. സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആർമിയിൽ, അതായത് ബാംഗ്ലൂർ ഇവിടെ ഒരുപാട് ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ എനിക്കവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല. വളരെ നമുക്ക് റെഫറൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് പ്രാവശ്യമൊക്കെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിൽ അവർ പരസ്പരം കാണുമ്പോൾ പോലും അവർ രാം എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു അങ്കിളുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിലെ കാണുമ്പോൾ രാം എന്നാണ് അഭിസംബോധന ചെയ്യുക. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്കും ഇമോഷണലി കണക്റ്റഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് രാം മന്ദിർ പെട്ടെന്ന് പണി കഴിപ്പിച്ച് ഇലക്ഷന് മുമ്പ് അവർ തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ആ ബെൽറ്റിലുണ്ട്. ഇനി
അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് BJP ഒരു വെടി പൊട്ടിക്കുകയുണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 സീറ്റാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. ഇത് കേട്ടതോടെ ഓപ്പോസിഷൻ അതിലുള്ള എല്ലാവരും തന്നെ പാനിക്ഡായി. 400 സീറ്റ്, ആ കൂടെ 540 സീറ്റുള്ളടുത്ത് 400 സീറ്റ് എന്ന് പറയുന്നത്, അവർ 400 സീറ്റിന് വേണ്ടി BJP ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഓപ്പോസിഷൻ പാർട്ടികൾ, ഇന്ത്യ മുന്നണി എല്ലാവരും കൂടെ ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയെങ്കിലും 272 പിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 400 എന്ന് പറയുന്ന ഒരു നമ്പറുമായിട്ട് BJP വരുന്നത്. ഇവരെ ഇതിനുള്ളിൽ ട്രാപ്പായിപ്പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനീഷ്യലായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ BJP 400 സീറ്റൊന്നും പിടിക്കില്ല, കൂടി വന്ന ഒരു 300 സീറ്റ് പിടിക്കുമായിരിക്കും എന്ന തരത്തിലുള്ള ഡിസ്കഷനാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ നടക്കുന്നത്. അവരുടെ ഉദ്ദേശം BJP 400-ൽ ഒന്നെങ്കിലും കുറച്ച് പിടിക്കുക എന്നുള്ളതായിപ്പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജയിക്കാനല്ലാതെ നമ്മൾ കളിക്കുകയാണെങ്കിൽ അതിലെന്താ കാര്യമുള്ളത്? ഇപ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇലക്ഷനിൽ 272 സീറ്റ് ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞ് മത്സരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് BJPക്ക് 400 സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ ഒരു ഡിഫെൻസീവായിട്ടുള്ള അപ്രോച്ചാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ സ്ട്രാറ്റജികൾ എല്ലാം തന്നെ 400-ൽ താഴെ BJP പോലുള്ള ഒരു പാർട്ടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയായിപ്പോയി. അപ്പോൾ ഇത് അവരുടെ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും കോൺഗ്രസ് അല്ലെങ്കിൽ UPA അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അവർ ഇത് മനസ്സിലാക്കാൻ വളരെ താമസിച്ചു പോയി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അവസാനത്തെ ഫേസിനോട് അടുത്ത് ആണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും അവർക്ക് ഒരുപാട് എനർജിയൊക്കെ കിട്ടി, അവർ പവർഫുള്ളായിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഫേസിന് മുമ്പ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇനിയും ബെറ്ററായിട്ടൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് എന്തൊക്കെയോ, അതായത് BJP തൂക്കിയിട്ട ആ ബിസ്ക്കറ്റിന് പുറകെ ഓടുന്ന പോലുള്ള ഒരു സിറ്റുവേഷനായിപ്പോയി ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഇനീഷ്യലായിട്ടുള്ള വർക്ക് എന്ന് വേണം പറയാനായിട്ട്. അത് അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പോയിൻറ്റ് നമ്പർ 1. ഇനി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നമ്പർ 2, ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം, റിസർവേഷനെ പറ്റി നരേന്ദ്രമോദി ഓപ്പണായിട്ട് സംസാരിക്കാനുണ്ടായത്. ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ഡിസ്കഷനായിട്ടാണ് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെല്ലാം എന്ത് ചെയ്തു, അതിന് കേസും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ ആ കാര്യം ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് റിസർവേഷൻ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുള്ള പ്രൂഫുകളും കാര്യങ്ങളും ഇരിക്കുമ്പോൾ അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്തത് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതെവിടെയുള്ള ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കമൻറ്റ് പറയുകയുണ്ടായത്. ഇതും മനസ്സിലാക്കാതെ അതിൽ ചാടി പിടിച്ച് അതിനെ വലുതാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് ഗുണമുണ്ട്, അവർക്ക് ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് അവർക്ക് ഉറപ്പിക്കാൻ പറ്റി. പക്ഷേ ഇവിടെ ഈ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിലൂടെ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാം എന്ന് BJP തീരുമാനിക്കേണ്ടായി. അത് ഒരു പക്ഷേ എങ്ങനെയാണ് ആളുകളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ലെങ്കിൽ കൂടെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് വേണം പറയാം. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ SC/STക്കാർക്ക് കിട്ടേണ്ട റിസർവേഷൻ എടുത്ത് അത് വെട്ടിച്ചുരുക്കിയിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് വലിയൊരു ചോദ്യമാണ് അല്ലേ. ഇവിടെയുള്ള SC/STക്കാരുടെ അവസ്ഥ നോക്കും. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇപ്പോഴും ഒരുപാട് ട്രൈബൽസ് എൻ്റെ
നമ്മുടെ വീടുകളിലൊക്കെ പണിക്കൊക്കെ വരാറുണ്ട്. അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാം, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനേക്കാളും മുകളിൽ തട്ടിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ റിസർവേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ എന്താ പറയുക, ഈ നമ്മുടെ സിറ്റുവേഷനൊക്കെ അനലൈസ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ്. അത് ഒരു പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നവർക്ക് തോന്നണതില്ല, പക്ഷേ മറ്റുള്ളവരുടെ ആംഗിളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അതും ഒരു ഇലക്ഷൻ എൻജിനീയറിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഇലക്ഷൻ എൻജിനീയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ BJP സൈഡിൽ നിന്നുണ്ടായി. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർക്ക് മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്നണിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അവർക്ക് ഒന്നിച്ചിരുന്ന് ഒരു കാര്യം ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ കർണാടക ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? അതൊരു പക്ക ഇലക്ഷൻ എൻജിനീയറിംഗ് ആണെന്ന് വേണം പറയാം. ഓർത്ത് നോക്കൂ, നമ്മളുടെ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ പെണ്ണുങ്ങളാണ് ഓൾമോസ്റ്റ് 50% അല്ലെങ്കിൽ 50% കൂടുതൽ. അപ്പോൾ കർണാടക കോൺഗ്രസ് ചെയ്ത ഇലക്ഷൻ എൻജിനീയറിംഗ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അവർ അനൗൺസ് ചെയ്തത് ബസ് പാസ് ഫ്രീ ആയിട്ട് കൊടുക്കും, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ബസ് ടിക്കറ്റ് കൊടുക്കേണ്ട, ID കാർഡ് കയ്യിലിരുന്നാൽ മതി. രണ്ടാമത്തെ കാര്യം എന്താ ചെയ്തത്? ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഇലക്ട്രിസിറ്റി ബില്ല് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇങ്ങനെ ഒരുപാട് ഫ്രീ ബീസ് ഗവൺമെൻറ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തു വലിയ ഇമ്പാക്റ്റാണ് സംസ്ഥാനത്തിൻ്റെ എക്കണോമിയിൽ ഉണ്ടാക്കുന്നതെന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ആരും ബോധേഡുമല്ല. പക്ഷേ ഈ 50% വോട്ട് അത് കോൺഗ്രസ്സിന് ഈസിയായിട്ട് വാങ്ങാൻ കഴിഞ്ഞു. അവിടെയാണ് BJPക്ക് ഇത്രയും കനത്ത ഒരു തോൽവി ഉണ്ടായത്. അപ്പോൾ ഇലക്ഷൻ എൻജിനീയറിങ് കോൺഗ്രസ് പയറ്റി കർണാടകയിൽ ജയിച്ചിട്ടും അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി അവർക്ക് ഈ ലോക്സഭാ ഇലക്ഷനിൽ പുഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അവർ മുമ്പോട്ട് വെച്ചിട്ട് ഞങ്ങൾ മിനിമം 272 അല്ലെങ്കിൽ ഒരു 300 സീറ്റ് ഞങ്ങൾ വാങ്ങും എന്ന് പറഞ്ഞ് അവർ ജനങ്ങളെ അപ്രോച്ച് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഇലക്ഷൻ്റെ ചിത്രം മറ്റൊരു തരത്തിലാകുമായിരുന്നു. അവിടെയാണ് NDA കളിച്ചത്. അവർ 400 സീറ്റെന്ന് പറഞ്ഞ് 400-ൽ നിന്ന് താഴോട്ട് പിടിക്കാനുള്ള ഒരു ചാൻസാണ് കോൺഗ്രസ്സിന് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇലക്ഷൻ 2014 തൊട്ട് ഇങ്ങോട്ട് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ ഉള്ള സർവേകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് BJPക്ക് എന്ന് വേണം കരുതാനായിട്ട്. അതൊരു എന്താ പറയുക, ഒരു ഹോണസ്റ്റായിട്ടുള്ള സത്യസന്ധമായ ഒരു അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റൊരു കാര്യം, ഞാൻ ലീഡർഷിപ്പിനെ പറ്റി പറയുമ്പോൾ BJP ഗവൺമെൻറ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാശ്മീർ ഇഷ്യൂ, റൈറ്റ്, അത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം അവർ ആർട്ടിക്കിൾ 370 ചേഞ്ച് ചെയ്ത് അത് മാറ്റിയെടുത്തു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോറിൻ അഫയേഴ്സ് കറക്റ്റായിട്ടുള്ള ഒരു മിനിസ്റ്ററെ ആ പോസ്റ്റിൽ ഇരുത്തിക്കൊണ്ട് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടിച്ചിരുത്താൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജയശങ്കറിൻ്റെ ഡിസ്കഷൻ, അദ്ദേഹം എവിടെയും മുഖം നോക്കാതെ മറ്റുള്ള ഏത് നേതാവ്, അത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും എന്താണെങ്കിലും മുഖം നോക്കാത്ത തീരുമാനങ്ങൾ അടിപൊളിയായിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അജിത് ഡോവലിൻ്റെ പൊസിഷൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു ലീഡർ തനിക്ക് എവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ലയോ അവിടെ പ്രാവീണ്യമുള്ള ആൾക്കാരെ നിർത്തി എന്ന് വേണം പറയാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മരാമത്ത് മന്ത്രിയായിട്ട് അവിടെ നിതിൻ ഗഡ്കരി, അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ
മാക്സിമം ചെയ്തു. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഒരു റോഡിലേക്ക് ഇറങ്ങിയാൽ, ഒരു ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ അതുപോലെ തന്നെ റെയിൽവേ മിനിസ്റ്റർ, അവരെല്ലാം വളരെ പവർഫുള്ളും കേപ്പബിളുമായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആളുകളുടെ മനസ്സിൽ ഒരു ഗവർണൻസിനെ കുറിച്ചുള്ള വേറൊരു ഐഡിയ ആണ് തന്നത്. ഇത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, നല്ല ഐഡിയ ആണെങ്കിൽ 5 ലക്ഷം ഗ്രാൻഡ് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിയ ഇനിയും നമുക്ക് ഇൻക്യുബേഷൻ കഴിഞ്ഞ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്ക് വരികയാണെങ്കിൽ 25 lakhs. വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഐഡിയ കൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് യുവാക്കളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചന്ദ്രയാൻ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയിൽ, അതേപോലെ തന്നെ നമ്മളുടെ ഡിഫൻസിൽ നമ്മൾ എത്രത്തോളം മുന്നേറി എന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക, വളരെ വലിയ നാഴികക്കല്ലായിട്ടാണ് കുറച്ച്, അതായത് ഒരു ഇൻ്റലക്റ്റ് ആയിട്ടുള്ള കുറച്ച് വായിക്കുകയും ന്യൂസുകളെയൊക്കെ അനലൈസ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അധികാരം കിട്ടുന്നത് ആരുടെ അടുത്തു നിന്നാണ്? സാധാരണയുള്ള അഗ്രികൾച്ചറിസ്റ്റും ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്നുമുള്ള ആളുകളുടെ വോട്ട് കൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആണ് എണ്ണം കൂടുതലുള്ളത്. ഇപ്പം 2004 ഇലക്ഷന് BJP തോൽക്കാനും കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള കാരണം എന്താണ്? അവിടെ ഈ അഗ്രികൾച്ചർ ബെൽറ്റിലുള്ള ആളുകളുടെ അതൃപ്തിയായിരുന്നു കാരണം. BJP ഗവൺമെൻറ് അന്നേരമെല്ലാം ഫോക്കസ് ചെയ്തിരുന്നത് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. അവിടെ എല്ലായിടത്തു നിന്നുള്ള സർവേയുടെ എല്ലാം റിസൾട്ട് BJP അധികാരത്തിൽ വരുമെന്നായിരുന്നു. ആ ഗവർണൻസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗവർണൻസ് ആയിരുന്നു, നന്നായിരുന്നു വാജ്പേയി ഗവൺമെൻറ്. പക്ഷേ എന്നിട്ടും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UPAക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടെന്നാൽ അന്നേരം അവർക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ ബെൽറ്റിലുള്ളവരുടെ സപ്പോർട്ട് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് ഇത്തവണ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു പക്ഷേ ആ അഗ്രികൾച്ചർ ബെൽറ്റിലുള്ളവരെ കുറേ കൂടെ സ്വാധീനിച്ച് അവർക്ക് ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നമ്മളുടെ അഗ്രികൾച്ചർ ബെൽറ്റിൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ട് ഒരു പക്ഷേ അവർക്ക് ഒരു ബെറ്റർ റിസൾട്ട് കാണിക്കാമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ ബെൽറ്റിലുള്ള വോട്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അവിടെ ഇന്ത്യ മുന്നണിയാണ് നന്നായിട്ട് പ്രവർത്തിച്ചതെങ്കിൽ ഇന്ത്യ മുന്നണിയും, അവിടെ BJP ആണ് കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ BJPയും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസും എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവും എൻ്റെ ഒരു അവലോകനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.